السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. صدق الله العظيم. قال النبي صلى الله عليه وسلم: نعمتان مغبون فيهما كثير من الناس الصحة والفراغ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുവന്യരായ ഉസ്താദുമാർ, മറ്റ് മുതഅല്ലിം സുഹൃത്തുക്കൾ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ കാവൽ ഭടന്മാരായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്നിവിടെ യുവത്വവും ഇസ്ലാമും ഒരുപാട് സാധ്യതകളുടെ കാലഘട്ടം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യുവത്വം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം. ഉദയസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിൽ പൊൻവർണ്ണങ്ങൾ ചാർത്തുന്നത് പോലെ യുവത്വം മനുഷ്യൻ്റെ മനസ്സിലും ഹൃദയത്തിലും അനന്ത സാധ്യതകളെയും പുതിയ പുതിയ പ്രതീക്ഷകളെയും ഉണർത്തുന്നു. ആവേശത്തോടെ ഉന്മേഷത്തോടെ മുന്നിലെ ഏത് തടസ്സങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ആരോഗ്യത്തിൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തെ അള്ളാഹിൻ്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വർണ്ണിച്ചത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളായിട്ടാണ്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ട് വലിയ അനുഗ്രഹങ്ങൾ. പക്ഷേ അതിൽ അധിക ജനങ്ങളും അശ്രദ്ധരാണ്. അതെ, അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയവും ആരോഗ്യവും ഒരുമിച്ച് കൂടിയ യുവത്വ കാലഘട്ടം. ഒരുപാട് ഹദീസുകളിൽ നമുക്ക് യുവത്വത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കാൻ സാധിക്കും. നാളെ ആഖിറത്തിൽ ഒരു തണലുമില്ലാത്ത ദിവസം അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ കിട്ടുന്ന ഏഴ് കൂട്ടരെ എണ്ണി പറഞ്ഞപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരു യുവാവ് അവൻ്റെ യുവത്വത്തെ അള്ളാഹുവിൻ്റെ ആരാധനയിലായി ചെലവഴിച്ച യുവാവ് അവനും അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭ്യമാകുന്നതാണ്. പക്ഷേ ഇന്നത്തെ സമൂഹം വളരെയധികം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹമെന്ന ഇബാദത്തിനെ കാറ്റിൽ പറത്തി പ്രണയത്തിലും ലിവിങ് ടുഗദറുകളുമായി തൻ്റെ ശരീരേച്ഛകളെ പൂർത്തീകരിക്കുന്ന, മയക്കുമരുന്നിലും ലഹരിയിലും അടിമപ്പെട്ട് ബുദ്ധിയെ നശിപ്പിക്കുന്ന റീൽസുകളിലും സോഷ്യൽ മീഡിയ ട്രെൻഡുകളിലും വീഡിയോ ഗെയിമുകളിലുമായി തൻ്റെ വിലപ്പെട്ട സമയത്തെ നശിപ്പിച്ച് കളയുന്ന ബന്ധങ്ങളുടെ വിലയറിയാത്ത, നമസ്കാരമില്ലാത്ത, ധാർമ്മിക മൂല്യമില്ലാത്ത ഒരു സമൂഹമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കവരെ കൈപിടിച്ചു കൊണ്ടുവരാം. കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ്. നാളെ ഖിയാമത്ത് നാളിൽ അവൻ്റെ 4 ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ നിൽക്കണം. അതിൽപ്പെട്ടത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം എങ്ങനെ ചെലവഴിച്ചു. രണ്ടാമത്തത് വഅൻ ശബാബിഹി ഫീമാ അബ്ല, ഒരുവൻ്റെ യുവത്വം അവൻ എന്തിനായി ചെലവഴിച്ചു. ഈ ചോദ്യങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ അടിയുറച്ച് നിന്ന് ഉത്തരം പറയേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അങ്ങനെയുള്ള സജ്ജനങ്ങളാക്കി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.